ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 101/22. ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്ന യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി ചേരാത്തത്? താഴെ തന്നിരിക്കുന്ന യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി ചേരാത്തത്? ഹൽഡിഗാട്ടി യുദ്ധം 1581. ഹൽഡിഗാട്ടി യുദ്ധം 1581. ഹൽഡിഗാട്ടി യുദ്ധം നടന്നത് 1576-ലാണ്. 1581-ലല്ല, 1576-ൽ. ഒന്നാം ടാറായിൻ യുദ്ധം 1191 നടന്നു. ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526-ൽ നടന്നു. വാണ്ടിവാഷ് യുദ്ധം 1760-ൽ. ഹൽഡിഗാട്ടി യുദ്ധം 1576. ആൻസർ ഓപ്ഷൻ ഡി. താഴെ പറയുന്നത് കാലഗണന പ്രകാരം എഴുതുക. റൗലറ്റ് ആക്ട്, പൂന ഉടമ്പടി, ബംഗാൾ വിഭജനം, ലക്നൗ ഉടമ്പടി. ബംഗാൾ വിഭജനം 1905-ലാണ് നടന്നത്. ലക്നൗ ഉടമ്പടി 1916-ൽ ഒപ്പുവെച്ചു. റൗലറ്റ് ആക്ട് 1919 മാർച്ചിൽ പ്രാബല്യത്തിൽ വന്നു. പൂന ഉടമ്പടി 1932-ലാണ് ഒപ്പുവെച്ചത്. അപ്പൊ അതിനാൽ ശരിയായ കാലഗണന ക്രമം 3, 4, 1, 2. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. പട്ടിക 1, പട്ടിക 2. 1. 1773-ലെ റെഗുലേറ്റിംഗ് ആക്ട്. 1773-ലെ റെഗുലേറ്റിംഗ് ആക്ട്. വാറൻ ഹേസ്റ്റിംഗ് ആണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലായി നിയമിതനായത്. അതിനാൽ 1 ഡി ആണ്. 1773-ലെ റെഗുലേറ്റിംഗ് ആക്ട്, വാറൻ ഹേസ്റ്റിംഗ്സ്. അടുത്തത് സബ്സിഡിയറി അലയൻസ് സിസ്റ്റം. ഈ സംവിധാനം നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. അതിനാൽ 2 സി. സബ്സിഡിയറി അലയൻസ് സിസ്റ്റം, വെല്ലസ്ലി. 3. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് കൊമേഴ്സ്. ഈ വകുപ്പ് സ്ഥാപിച്ചത് മായോ പ്രഭുവിന്റെ കാലത്താണ്. അതിനാൽ 3 എ. 4. ഓഗസ്റ്റ് ഓഫർ. 1940-ലെ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ലിൻ ലിത്കോ പ്രഭുവാണ്. അതിനാൽ 4 ബി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. വാർസോ ഉടമ്പടി നിലവിൽ വന്നത്. 1949. വാർസോ ഉടമ്പടി നിലവിൽ വന്നത്. വാർസോ ഉടമ്പടി സോവിയറ്റ് യൂണിയനും കിഴക്കൻ യൂറോപ്പിലെ മറ്റ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും തമ്മിൽ 1955 മെയ് 14-ലാണ് ഒപ്പുവെച്ചത്. വാർസോ ഉടമ്പടി സോവിയറ്റ് യൂണിയനും കിഴക്കൻ യൂറോപ്പിലെ മറ്റ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും തമ്മിൽ 1955 മെയ് 14-ലാണ് ഒപ്പുവെച്ചത്. നാറ്റോ സൈനിക സഖ്യത്തിന് ബദലായി രൂപം കൊണ്ട ഒരു കൂട്ടായ പ്രതിരോധ ഉടമ്പടിയായിരുന്നു ഇത്. വാർസോ ഉടമ്പടി. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 1949. പട്ടിക 1ഉം പട്ടിക 2 ചേരുംപടി ചേർക്കുക. പട്ടിക 1ഉം പട്ടിക 2. 1. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. സ്ത്രീ വിദ്യാപോഷിണി എന്ന കൃതി രചിച്ചു. അപ്പൊ 1 സി. ശ്രീനാരായണ ഗുരു ദൈവ ദശകം രചിച്ചു. അപ്പോൾ 2 വരുന്നത് ഡി. ചട്ടമ്പി സ്വാമികൾ അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചു. അപ്പൊ 3 എ. അടുത്തത് കെ പി കറുപ്പൻ ആചാരഭൂഷണം എന്ന കൃതി രചിച്ചു. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ കാലഗണന ക്രമം ഏതാണ്?
കുറിച്യ ലഹള, ആറ്റിങ്ങൽ ലഹള, ശ്രീരംഗപട്ടണം ഉടമ്പടി, വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം. കാലഗണനക്രമം. ആറ്റിങ്ങൽ ലഹള നടന്നത് 1721 ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് 1792 വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം സംഭവിച്ചത് 1809 കുറിച്യ ലഹള നടന്നത് 1812 അതുകൊണ്ട് ശരിയായ കാലഗണക്രമം 2, 3, 4, 1 എന്നിവയാണ്. അപ്പൊ ആൻസർ വന്നത് ഓപ്ഷൻ സി. പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. തത്വബോധിനി സഭ. തത്വബോധിനി സഭ ദേബേന്ദ്രനാഥ ടാഗോർ. ദേബേന്ദ്രനാഥ ടാഗോർ 1839 കൊൽക്കത്തയിൽ സ്ഥാപിതമായി. ബ്രിട്ടാനിക്ക പ്രകാരം ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് ഇത് രൂപീകരിച്ചത്. അപ്പൊ 1 തത്വബോധിനി സഭ, സി ദേബേന്ദ്രനാഥ ടാഗോർ. രണ്ടാമത്തെ റഹനുമായി മസ്തയാൻസൻ സഭ. റഹനുമായി മസ്തയാസൻ സഭ നവറോജി ഫർഡോൻജി. നവറോജി ഫർഡോൻജി 1851 പാഴ്സി മതപരിഷ്കരണത്തിനായി സ്ഥാപിച്ചു. ദാദാഭായ് നവറോജിയും ഇതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അപ്പൊ 2 ഡി. അടുത്തത് ധർമ്മസഭ. ധർമ്മസഭ രാധാകാന്ത ദേവ്. രാധാകാന്ത ദേവ് ബി. 3 ബി. 1830 സ്ഥാപിതമായി. സതി നിരോധനത്തെ എതിർത്ത ഒരു യാഥാസ്ഥിതിക സംഘടനയായിരുന്നു ഇത്. നാലാമത്തെ സേവാസദൻ ബി എം മലബാറി. 1885 ചില രേഖകളിൽ 1908 നിർദ്ധരായ സ്ത്രീകളുടെ ക്ഷേമത്തിനായി സ്ഥാപിച്ചു. സേവാസദൻ ബി എം മലബാറി. 4 എ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ എന്തൊക്കെയാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ എന്തൊക്കെയാണ്? ബോസ്റ്റൺ ടീ പാർട്ടി, പ്രൈഡസ് പർച്ച്, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്, മെയ് 4th മൂവ്മെന്റ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങളാണ് ബോസ്റ്റൺ ടീ പാർട്ടിയും അതുപോലെ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് എന്നിവ. 1ഉം 3ഉം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രം. 1773 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില ഇറക്കുമതിക്കെതിരായ പ്രതിഷേധമായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി. 1773 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില ഇറക്കുമതിക്കെതിരായ പ്രതിഷേധമായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി. 1774 ആദ്യ കോണ്ടിനെന്റൽ കോൺഗ്രസ് പുറപ്പെടുവിച്ച പ്രമേയമാണ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്. 1777 ആദ്യ കോണ്ടിനെന്റൽ കോൺഗ്രസ് പുറപ്പെടുവിച്ച പ്രമേയമാണ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്. അതുപോലെ പ്രൈഡ്സ് പർച്ച്, അതുപോലെ ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധവുമായും മെയ് 4th മൂവ്മെന്റ് ചൈനീസ് ചരിത്രമായും ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം. മുഗൾ ഭരണത്തിൽ ഖാൻ ഇ സമൻ തലവനായത്. രാജകൊട്ടാരം. മുഗൾ ഭരണത്തിൽ രാജകൊട്ടാരത്തിന്റെ നടത്തിപ്പുകാരനാണ് ഖാൻ ഇ സമൻ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ. മുഗൾ ഭരണത്തിൽ രാജകൊട്ടാരത്തിന്റെ നടത്തിപ്പുകാരനാണ് ഖാൻ ഇ സമൻ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ. ഇദ്ദേഹം ദിവാൻ ഇ സമൻ എന്നും അറിയപ്പെടുന്നു. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ചിത്തിരത്തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂർ സർവകലാശാല. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി 1937 തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ ചിത്തിരത്തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രഖ്യാപനത്തിലൂടെയാണ് സ്ഥാപിതമായത്. ആൻസർ ഓപ്ഷൻ സി ചിത്തിരത്തിരുനാൾ ബാലരാമവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് റിമോട്ട് സെൻസിംഗ് അത്യാവശ്യമായത്? 1 ഊർജ്ജ സ്രോതസ്സിന്റെ വികിരണം, 2 ഊർജവും ലക്ഷ്യവുമായുള്ള പ്രതിപ്രവർത്തനം, 3 സംപ്രേഷണവും സ്വീകരണവും പ്രോസസ്സിംഗും, 4 വ്യാഖ്യാനവും വിശകലനവും.
ആൻസർ വരുന്നത് മുകളിൽ നൽകിയത് എല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ നൽകിയത് എല്ലാം ശരിയാണ്. ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ജിയോഡെസി. ജിയോഡെസി. ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോഡെസി. കാർട്ടോഗ്രഫി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ്. കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ്. GIS എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ വിശകലനം ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന കമ്പ്യൂട്ടർ സംവിധാനമാണ്. ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ വിശകലനം ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന കമ്പ്യൂട്ടർ സംവിധാനമാണ് GIS. ഫോട്ടോഗ്രാമെട്രി എന്നാണ് ഫോട്ടോഗ്രാഫിക് ചിത്രങ്ങളിലൂടെ ഭൗതിക വസ്തുക്കളെയും പരിസ്ഥിതിയെയും കുറിച്ചുള്ള പഠനമാണ് ഫോട്ടോഗ്രാമെട്രി. ആൻസർ എന്നത് ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ജിയോഡെസി. ചേരുംപടി ചേരുന്നവ കണ്ടെത്തുക. ആരാവലി നിരകൾ ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെ, നർമ്മദ താഴ്വാരം, റിഫറ്റ് താഴ്വാരം, ഉപദ്വീപ പീഠഭൂമി 1600 കിലോമീറ്റർ, കിഴക്കൻ തീരം, കാവേരി ഡെൽറ്റ. നാലും ആൻസർ വരുന്നത് ABCD. 4. ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സഞ്ചലനം അഥവാ സംവിധാനം ഏതാണ്? ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സഞ്ചലനം അഥവാ സംവിധാനം ഏതാണ്? ജെറ്റ് സ്ട്രീം. ഉയർന്ന അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ നീളത്തിലും നൂറുകണക്കിന് കിലോമീറ്റർ വീതിയിലും ദ്രുതഗതിയിൽ വീശുന്ന കാറ്റാണ് ജെറ്റ് സ്ട്രീം. ഉയർന്ന അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ നീളത്തിലും നൂറുകണക്കിന് കിലോമീറ്റർ വീതിയിലും ദ്രുതഗതിയിൽ വീശുന്ന കാറ്റാണ് ജെറ്റ് സ്ട്രീം. ഇന്ത്യൻ കാലാവസ്ഥയെ കാര്യമായി സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണിത്. ഇന്ത്യയിലെ ശൈത്യകാലത്ത് വടക്കൻ സംസ്ഥാനങ്ങളിൽ മഴ ലഭിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 2011 പ്രകാരം കേരളത്തിലെ കുട്ടികളുടെ ലിംഗാനുപാതം എത്രയാണ്? 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളുടെ ലിംഗാനുപാതം എത്രയാണ്? 964. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളുടെ ലിംഗാനുപാതം 0 മുതൽ 6 വയസ്സ് 964 ആണ്. 2001 ഇത് 960 ആയിരുന്നു. അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ 943 കർണാടകയിൽ 948 ആയിരുന്നു കുട്ടികളുടെ ലിംഗാനുപാതം. ദേശീയ ശരാശരി എന്ന് പറയുന്നത് 919 ആയിരുന്നു. ഗുഡ്സ് ആൻഡ് സെയിൽസ് നികുതി GST എന്നാണ് നിലവിൽ വന്നത്? ഗുഡ്സ് ആൻഡ് സെയിൽസ് എന്ന നികുതി എന്നാണ് നിലവിൽ വന്നത്? 1 ജൂലൈ 2017. 1 ജൂലൈ 2017. ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി GST 2017 ജൂലൈ 1 നിലവിൽ വന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ഇന്ത്യയിൽ RBIക്കാണ് രൂപയും നാണയങ്ങളും പുറത്തിറക്കാനുള്ള കുത്തകാവകാശം ഉള്ളത്. 2. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് RBI ആണ്. 3. ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ RBI ചെയ്യുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റികളുടെ വിൽപ്പനയും വാങ്ങലും മുഖേനയാണ്. 4. നാണ്യപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ RBI ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കുന്നു. മുകളിലത്തെ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? 2ഉം 3ഉം മാത്രം. ആൻസർ എന്നത് ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം. ഇന്ത്യയിൽ രൂപയും നാണയങ്ങളും പുറത്തിറക്കാനുള്ള കുത്തവകാശം RBIക്ക് അല്ല, മറിച്ച് കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇന്ത്യയിൽ രൂപയും നാണയങ്ങളും പുറത്തിറക്കാനുള്ള കുത്തവകാശം കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പൊ പ്രസ്താവന 1 തെറ്റാണ്. നാണ്യപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ ലഭ്യത കുറയ്ക്കുന്നതിനായി RBI ക്യാഷ് റിസർവ് റേഷ്യോ CRR വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്, കുറയ്ക്കുകയല്ല. അതിനാൽ പ്രസ്താവന 4ഉം തെറ്റാണ്. നാണ്യപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ ലഭ്യത കുറയ്ക്കുന്നതിനായി RBI ക്യാഷ് റിസർവ് റേഷ്യോ CRR വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രസ്താവന 4 തെറ്റാണ്. അപ്പൊ പ്രസ്താവനകൾ 2ഉം 3ഉം
ശരിയാണ്. 2, ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 3, ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റികളുടെ വിൽപ്പനയും വാങ്ങലും മുഖേന RBI നടത്തുന്ന ഒരു പണനയ ഉപകരണമാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സർക്കാർ പൊതുചെലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലിയത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സർക്കാർ പൊതുചെലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലിയത്? പലിശ അടവുകൾ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രധാന ചെലവുകളിൽ ഏറ്റവും വലിയ ഒറ്റ ഘടകം പലിശ അടവുകളാണ്. കടപ്പത്രങ്ങൾക്കും മറ്റു വായ്പകൾക്കും നൽകേണ്ട പലിശ തുകയാണ് ഇത്. ശമ്പളം, പെൻഷൻ, പ്രതിരോധം, സാമൂഹ്യ സേവനങ്ങൾ എന്നിവയെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ തുക ഇതിനായി നീക്കിവെക്കുന്നു. അപ്പോൾ പലിശ അടവുകളാണ് ആൻസർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1, ഡയറക്റ്റ് നികുതി എന്നാൽ ഇമ്പാക്ട് ഒരു വ്യക്തിയിലും ഇൻസിഡൻസ് മറ്റൊരു വ്യക്തിയിലുമായ നികുതിയാണ്. 2, പരോക്ഷ നികുതി ഇൻഡയറക്റ്റ് എന്നാൽ ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരു വ്യക്തിയിൽ ആകുന്ന നികുതിയാണ്. 3, പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യാവുന്നതാണ്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 3 മാത്രം. ശരിയായ പ്രസ്താവന 3 മാത്രം. പ്രത്യക്ഷ നികുതി എന്നാൽ നികുതിയുടെ ആഘാതവും ഇമ്പാക്റ്റും ഭാരവും ഒരാളിൽ തന്നെ പതിക്കുന്ന നികുതിയാണ്. അപ്പൊ പ്രസ്താവന 1 തെറ്റാണ്. പ്രത്യക്ഷ നികുതി എന്നാൽ നികുതിയുടെ ആഘാതവും ഭാരവും ഒരാളിൽ തന്നെ പതിക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. പരോക്ഷ നികുതി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് എന്നാൽ നികുതിയുടെ ആഘാതം ഒരാളിലും ഭാരം മറ്റൊരാളിലും പതിക്കുന്ന നികുതിയാണ്. ഉദാഹരണത്തിന് ഒരു കടയുടമ സാധനങ്ങൾക്ക് നികുതി നൽകുന്നു. എന്നാൽ ആ നികുതിയുടെ ഭാരം ഉപഭോക്താവിലേക്കാണ് കൈമാറ്റം ചെയ്യുന്നത്. അതിനാൽ പ്രസ്താവന 2 തെറ്റാണ്. പരോക്ഷ നികുതിയുടെ ഭാരം ഉൽപ്പന്നത്തിന്റെ വിലയിലൂടെ ഉപഭോക്താവിലേക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കും. അതിനാൽ പ്രസ്താവന 3 ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 3 മാത്രം. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത്? ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത്? 5ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതായത് 5ാം പഞ്ചവത്സര പദ്ധതി പറയുമ്പോൾ 1974-79 ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ആൻസർ എന്നത് ഓപ്ഷൻ സി 5ാം പഞ്ചവത്സര പദ്ധതി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓൾ ഇന്ത്യ സർവീസിന്റെ അടിസ്ഥാന ലക്ഷ്യമല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓൾ ഇന്ത്യ സർവീസിന്റെ അടിസ്ഥാന ലക്ഷ്യമല്ലാത്തത് ഏതാണ്? 1, ലോ ആൻഡ് ഓർഡർ നിലനിർത്തുക. 2, ദേശീയ ഏകീകരണവും ദേശ നിർമ്മാണവും. 3, വികേന്ദ്രീകൃതമായ ഭരണത്തിന്റെ വ്യാപനം. 4, ഫെഡറൽ പോളിറ്റി നിയന്ത്രിക്കുക. ലക്ഷ്യമല്ലാത്തത് 3 മാത്രം. വികേന്ദ്രീകൃതമായ ഭരണത്തിന്റെ വ്യാപനം. ഓപ്ഷൻ സി. ഓൾ ഇന്ത്യ സർവീസുകൾ IAS, IPS മുതലായവ ലോ ആൻഡ് ഓർഡർ പരിപാലിക്കുക, ദേശീയ ഏകീകരണം, ഫെഡറൽ ഭരണകൂടത്തെ ശക്തിപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിടുന്നു. എന്നാൽ വികേന്ദ്രീകരണ ഭരണത്തിന്റെ വ്യാപനം അവിടെ അടിസ്ഥാന ലക്ഷ്യമല്ല. അപ്പൊ 3ാമത്തെ അല്ല. ലോ ആൻഡ് ഓർഡർ നിലനിർത്തുക ലക്ഷ്യമാണ്. ദേശീയ ഏകീകരണം അതും ലക്ഷ്യമാണ്. വികേന്ദ്രീകൃതമായ ഭരണത്തിന്റെ വ്യാപനം അല്ല. ഇത് പ്രധാനമായും പഞ്ചായത്ത് രാജ് പോലുള്ള പ്രാദേശിക ഭരണകൂടങ്ങളുടെ ലക്ഷ്യമാണ് വികേന്ദ്രീകൃതമായ ഭരണത്തിന്റെ വ്യാപനം എന്നുള്ളത്. ഫെഡറൽ പോളിറ്റി നിയന്ത്രിക്കുക, കേന്ദ്ര സംസ്ഥാന ഏകോപനം അതും ലക്ഷ്യമാണ്. അതുകൊണ്ട് ഓൾ ഇന്ത്യ സർവീസിന്റെ അടിസ്ഥാന ലക്ഷ്യമല്ലാത്തത് 3 മാത്രമാണ്. താഴെ കൊടുത്തിരിക്കുന്ന 2 വാചകങ്ങളിൽ ഒന്ന് അസേർഷൻ എന്നും 2 റീസൺ എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നു. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അസേർഷൻ: സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരായാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാവൂ. റീസൺ: രാഷ്ട്രീയ നേതാക്കൾ അംഗീകരിക്കുന്ന സർക്കാർ പദ്ധതികൾ നടപ്പിൽ വരുത്താൻ സർക്കാർ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. ആൻസർ എന്നത് എയും 6ഉം ശരിയാണ്. പക്ഷെ എയുടെ ശരിയായ വിവരണമല്ല 6. ആൻസർ എന്നത് ഓപ്ഷൻ ബി. സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരായാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ടത്.
എന്നത് ശരിയാണ്. അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ അംഗീകരിക്കുന്ന സർക്കാർ പദ്ധതികൾ നടപ്പിൽ വരുത്താൻ സർക്കാർ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ് എന്നതും ശരിയാണ്. എന്നിരുന്നാലും രണ്ടാമത്തെ പ്രസ്താവന ആദ്യത്തേതിനുള്ള ശരിയായ വിശദീകരണമല്ല. അവ സിവിൽ സർവീസിലെ രണ്ട് വ്യത്യസ്ത തത്വങ്ങളാണ്. ഒന്ന് നിഷ്പക്ഷതയെ കുറിച്ചും മറ്റൊന്ന് നടപ്പാക്കാനുള്ള കടമയെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ആൻസർ എന്നത് ഓപ്ഷൻ ബി. താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ നിബന്ധനകളാണ് ഇന്ത്യയിലെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി ആകുവാൻ പാലിക്കേണ്ടത്? താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ നിബന്ധനകളാണ് ഇന്ത്യയിലെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി ആകുവാൻ പാലിക്കേണ്ടത്? ഒന്ന്, ലോകസഭയിൽ ചുരുങ്ങിയത് 2% സീറ്റുകൾ വിജയിക്കുകയും ആ അംഗങ്ങൾ 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുക. 2, കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൽ ചുരുങ്ങിയത് 5% സീറ്റിൽ ജയിക്കുക. ആകെ മുഖ്യമന്ത്രിമാരിൽ ചുരുങ്ങിയത് 2% മുഖ്യമന്ത്രിമാരെ നേടുക. 4, സംസ്ഥാനങ്ങളിൽ പൊതു തിരഞ്ഞെടുപ്പിൽ ലോകസഭയിലേക്കോ നിയമസഭയിലേക്കോ ചുരുങ്ങിയത് 6% സാധുവായ വോട്ട് നേടണം. ഏതൊക്കെ നിബന്ധനകൾ? ഒന്നാമത്തെ മാത്രം. ആൻസർ എന്നത് ഓപ്ഷൻ എ. ഇന്ത്യയിൽ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയായി അംഗീകരിക്കപ്പെടാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള 3 വ്യവസ്ഥകളിൽ ഏതെങ്കിലും ഒന്ന് പാലിച്ചാൽ മതിയാകും. നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ ശരിയായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒന്നാമത്തെയാണ്. ലോകസഭയിൽ ചുരുങ്ങിയത് 2% സീറ്റുകൾ, നിലവിൽ 11 എംപിമാരുണ്ട്, വിജയിക്കുകയും ആ അംഗങ്ങളിൽ 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. ലോകസഭയിൽ ചുരുങ്ങിയത് 2% സീറ്റുകൾ വിജയിക്കുകയും ആ അംഗങ്ങളിൽ 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുക. മറ്റേ ഓപ്ഷനായ 2, 3, 4 ദേശീയ പാർട്ടി പദവിക്കുള്ള യഥാർത്ഥ വ്യവസ്ഥകൾ, ദേശീയ പാർട്ടി പദവിക്കായിട്ടുള്ള യഥാർത്ഥ വ്യവസ്ഥകളല്ല, ഒന്നാമത്തെ മാത്രമാണ്. അപ്പൊ ആൻസർ എന്നത് ഓപ്ഷൻ എ 1. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? പ്രധാനമന്ത്രിയുടെ ഓഫീസ്. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. വിവരാവകാശ നിയമം 2005 പ്രകാരം പൊതു അധികാരികൾ നിയമത്തിന്റെ പരിധിയിൽ വരും. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു പൊതു അധികാര സ്ഥാപനമാണ്. അതിനാൽ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ PMOക്ക് സമർപ്പിക്കാൻ സാധിക്കും. ഓപ്ഷൻ നൽകിയിട്ടുള്ള മറ്റ് ഏജൻസികളായ ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് DRI, അതുപോലെ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് ED, പിന്നെ ആസാം റൈഫിൾസ് എന്നിവ കേന്ദ്ര സർക്കാർ 2ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സുരക്ഷാ രഹസ്യാന്വേഷണ സംഘടനകളാണ്. ഈ സംഘടനകൾക്ക് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട്. അഴിമതി ആരോപണങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒഴികെ മറ്റുള്ളവ ഈ ഏജൻസികൾ നൽകേണ്ടതില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്. താഴെ തന്നിരിക്കുന്ന ലോക്പാലിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഏതാണ് ശരിയല്ലാത്തത്? ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ലോക്പാൽ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോക്പാൽ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. പ്രധാനമന്ത്രി അധ്യക്ഷനായ സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നിയമനം നടത്തുന്നത്. മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ ശരിയാണ്. ഒരു ചെയർപേഴ്സൺ, പരമാവധി 8 അംഗങ്ങളും ലോക്പാലിൽ ഉണ്ടാകും. അതുപോലെ അംഗങ്ങളിൽ 80% പേർ ജുഡീഷ്യൽ അംഗങ്ങളായിരിക്കും. ലോക്പാൽ ചെയർപേഴ്സണെയും അംഗങ്ങളുടെയും വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. ആൻസർ ഓപ്ഷൻ സി, ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ജവഹർലാൽ നെഹ്റു അംഗമായിരുന്നില്ല.
1947 ഓഗസ്റ്റ് 29 രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ BR അംബേദ്കർ, പിന്നെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, ഡോക്ടർ KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, BL മിറ്റർ, പിന്നീട് അത് N മാധവറാവു അദ്ദേഹത്തിന് പകരമായിട്ട്, പിന്നെ TP കൈത്താൻ, പിന്നീട് TT കൃഷ്ണമാചാരി അദ്ദേഹത്തിന് പകരമായിട്ട്. അങ്ങനെ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ അസംബ്ലിയിലെ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി എന്നിവയുടെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ഏത് അമെൻമെന്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്? ഭരണഘടനയുടെ ഏത് അമെൻമെന്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്? 44th അമെൻമെന്റ്. ഓപ്ഷൻ ബി. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 300A ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഈ ഭേദഗതിയിലൂടെ സ്വത്തവകാശം ആർട്ടിക്കിൾ 31 പ്രകാരം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുകയും പകരം അതിനെ ഒരു നിയമപരമായ അവകാശമാക്കി മാറ്റുകയും ചെയ്തു. സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏത്? സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏത്? സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടപ്പെടും. ഓപ്ഷൻ ഡി. സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടപ്പെടും. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളത്തിലും മറ്റ് ആനുകൂല്യങ്ങളിലും കുറവുണ്ടാകാം. സാമ്പത്തിക ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി മാറ്റിവെക്കപ്പെടാം. കൂടാതെ ന്യായാധിപരുടെ ശമ്പളത്തിലും കുറവ് വരുത്താം. എന്നാൽ സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതമല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷന്റെ കർമ്മപരിധിയിൽ വരാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷന്റെ കർമ്മപരിധിയിൽ വരാത്തത്? സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള രീതികൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക. ആൻസർ ഓപ്ഷൻ സി. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 250 അനുസരിച്ച് രൂപീകരിച്ച ധനകാര്യ കമ്മീഷൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുന്നത് സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള നികുതി വിഹിതം വീതിക്കലാണ്. ഓപ്ഷൻ എ പറഞ്ഞ പോലെ സംസ്ഥാനങ്ങളുടെ ഏകീകൃത നിധി വർദ്ധിപ്പിക്കാനുള്ള വഴികൾ ആണ് ഓപ്ഷൻ ഡി. സാമ്പത്തിക ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള രീതികൾ നിർദ്ദേശിക്കുന്നത് ധനകാര്യ കമ്മീഷന്റെ ചുമതലയല്ല, മറിച്ച് നിയമനിർമ്മാണ സഭകളുടെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. സാമ്പത്തിക ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള രീതികൾ നിർദ്ദേശിക്കുന്നത് ധനകാര്യ കമ്മീഷന്റെ ചുമതലയല്ല, മറിച്ച് നിയമനിർമ്മാണ സഭകളുടെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1949 മുന്നോട്ട് വെച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്ന സംജ്ഞ ഏതാണ്? 1949 മുന്നോട്ട് വെച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്ന സംജ്ഞ ഏതാണ്? സെക്കുലർ. ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥ ആമുഖം 1949 നവംബർ 26 അംഗീകരിക്കുമ്പോൾ സെക്കുലർ, സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. അതിനാൽ 1949 യഥാർത്ഥ ആമുഖത്തിൽ ഇല്ലാതിരുന്ന സംജ്ഞ എന്ന് പറയുന്നത് സെക്കുലർ ആണ്. ആൻസർ ഓപ്ഷൻ ബി. സ്നാച്ച് എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത് ഭാരോദ്വഹനം, വെയ്റ്റ് ലിഫ്റ്റിംഗ്. സ്നാച്ച് എന്ന അത് ഭാരോദ്വഹനത്തിലെ ഒരു പ്രധാനപ്പെട്ട ലിഫ്റ്റിംഗ് രീതിയാണ്. അത്ലറ്റ് ഒരൊറ്റ തടസ്സമില്ലാത്ത ചലനത്തിലൂടെ ബാർബൽ തറയിൽ നിന്ന് തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുന്നതാണത് സ്നാച്ച്. 2018 വിന്റർ ഒളിമ്പിക്സ് നടന്നത് സൗത്ത് കൊറിയ. 2018 വിന്റർ ഒളിമ്പിക്സ് അത് സൗത്ത് കൊറിയയിലെ
പ്യോങ്ചാങ്ങിൽ വെച്ചാണ് നടന്നത്. ഒളിമ്പിക്സ് ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം 2018 ഫെബ്രുവരി 9 മുതൽ 25 വരെയായിരുന്നു ഈ മത്സരങ്ങൾ. 2026 വിന്റർ ഒളിമ്പിക്സ് ഇറ്റലിയിലെ മിലാൻ, അതുപോലെ കോർട്ടിന എന്നീ നഗരങ്ങളിൽ വെച്ചാണ് നടക്കുന്നത്. 2026 വിന്റർ ഒളിമ്പിക്സ് ഇറ്റലിയിലെ മിലാൻ, കോർട്ടിന എന്നീ നഗരങ്ങളിൽ വെച്ചാണ് നടക്കുന്നത്. മിലാനോ കോർട്ടിന 2026 എന്നറിയപ്പെടുന്ന ഈ കായിക മാമാങ്കം 2026 ഫെബ്രുവരി 6 മുതൽ 22 വരെ നടക്കും. MT വാസുദേവൻ നായരുടെ ഡേഷ് നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി. MT വാസുദേവൻ നായരുടെ ഡേഷ് നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി. മഞ്ഞ്. MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി. ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ. ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ കൊടിയേറ്റം. 1977 അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത കൊടിയേറ്റം എന്ന സിനിമയിലെ ശങ്കരൻകുട്ടി എന്ന കഥാപാത്രത്തിനാണ് ഭരത് ഗോപിക്ക് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചത്. ഈ സിനിമയ്ക്ക് മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. ചിദംബരം എന്ന സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് ലഭിച്ചത്. ചിദംബരത്തിന് സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് ലഭിച്ചത്. നെഹ്റു ട്രോഫി വള്ളംകളി ബന്ധപ്പെട്ടിരിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി ബന്ധപ്പെട്ടിരിക്കുന്നത് പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലാണ് വർഷത്തിലൊരിക്കൽ നടക്കുന്നത്. മലയാളം എഴുത്തുകാരനായ VV അയ്യപ്പന്റെ തൂലികാനാമം. മലയാളം എഴുത്തുകാരനായ VV അയ്യപ്പന്റെ തൂലികാനാമം കോവിലൻ. VV അയ്യപ്പൻ കോവിലൻ എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. 2018 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? 2018 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യ. 2018 ഏഷ്യൻ ഗെയിംസ് ആതിഥേയത്വം വഹിച്ചത് ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയിലെ ജക്കാർത്ത, പാലംബാങ് എന്നീ നഗരങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ജപ്പാനിലാണ്. ജപ്പാനിലെ ഐച്ചി, നാഗോയ എന്നീ നഗരങ്ങൾ സംയുക്തമായാണ് ഈ കായിക മാമാങ്കത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെയാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. 2019 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? 2019 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? മരക്കാർ, അറബിക്കടലിന്റെ സിംഹം. മരക്കാർ, അറബിക്കടലിന്റെ സിംഹം. 2019 67ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിനാണ് ഏറ്റവും നല്ല ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയത്. 2025 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം അത് ദേശീയ പുരസ്കാരത്തിൽ ബ്ലെസി സംവിധാനം ചെയ്ത ആടുജീവിതം ഏറ്റവും നല്ല മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം നേടി. പൃഥ്വിരാജ് സുകുമാരാണ് ഇതിൽ അഭിനയിച്ച ഈ ചിത്രം ആഗോളതലത്തിൽ ഭയങ്കര ശ്രദ്ധ നേടിയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം ഏതാണ്? 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം ഏതാണ്? ഓസ്ട്രേലിയ. 2018 കോമൺവെൽത്ത് ഗെയിംസ് ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിലുള്ള ഗോൾഡൻ കോസ്റ്റ് വെച്ചാണ് നടന്നത്. കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ പ്രകാരം ഏപ്രിൽ 4 മുതൽ 15 വരെയാണ് ഈ മത്സരങ്ങൾ നടന്നത്. 2026 കോമൺവെൽത്ത് ഗെയിംസ് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോവിൽ വെച്ചാണ് നടക്കുന്നത്. ഗ്ലാസ്ഗോ 2026 ഔദ്യോഗികമായി ആതിഥേയത്വം വഹിക്കും. 2026 കോമൺവെൽത്ത് ഗെയിംസിന് ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ് നടക്കുന്നത്. 2007 ജ്ഞാനപീഠം അവാർഡ് നേടിയ എഴുത്തുകാരൻ ആരാണ്? 2007 ജ്ഞാനപീഠ അവാർഡ് നേടിയ എഴുത്തുകാരൻ ആരാണ്? ONV കുറുപ്പ്. ഇമ്പാക്ട് പ്രിന്റർ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഡോട്ട് മാട്രിക്സ് പ്രിന്റർ.
സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നാൽ എന്താണ്? സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നാൽ എന്താണ്? സോഷ്യൽ നെറ്റ്വർക്ക് വഴി വളരെ വേഗം പ്രചാരം നൽകുന്ന വിധമുള്ള ഉള്ളടക്കം നിർമ്മിക്കുക. സോഷ്യൽ നെറ്റ്വർക്ക് വഴി വളരെ വേഗം പ്രചാരം നൽകുന്ന വിധമുള്ള ഉള്ളടക്കം നിർമ്മിക്കുക. സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നത് സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഉള്ളടക്കത്തിന്റെ ദൃശ്യപരതയും പ്രചാരവും വർദ്ധിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ്. ഫിഫോ ഷെഡ്യൂളിംഗ് എന്നാൽ എന്താണ്? ഫിഫോ ഷെഡ്യൂളിംഗ് എന്നാൽ എന്താണ്? നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ഫിഫോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നത് ഒരു നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് രീതിയാണ്. ഇതിനർത്ഥം ഒരു പ്രോസസ് CPU ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് പൂർത്തിയാകുന്നത് വരെയോ അല്ലെങ്കിൽ സ്വമേധയാ CPU വിട്ടുപോകുന്നത് വരെയോ തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. ഒരു ക്യൂവിൽ ആദ്യം വരുന്ന പ്രോസസ് ആദ്യ സേവനം നൽകപ്പെടുന്നു. അങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ. വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം. വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം. ഗേറ്റ്വേ. ഗേറ്റ്വേ വിവിധതരം പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യാനും ഉപയോഗിക്കാനും കഴിവുള്ള ഉപകരണമാണ് ഗേറ്റ്വേ. വ്യത്യസ്ത നെറ്റ്വർക്കുകളെ, പ്രത്യേകിച്ച് വ്യത്യസ്ത പ്രോട്ടോകോളുകൾ ഉപയോഗിക്കുന്നവയെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് IT ആക്ടിന്റെ ഏത് സെക്ഷനിലെ സൈബർ കുറ്റകൃത്യമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് IT ആക്ടിന്റെ ഏത് സെക്ഷനിലാണ് സൈബർ കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? 65. സെക്ഷൻ 65. സെക്ഷൻ 65 പ്രകാരം കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെയാണ് സൈബർ കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെയാണ് സൈബർ കുറ്റകൃത്യമായി സെക്ഷൻ 65 പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗോളതാപനം നിയന്ത്രിക്കുവാൻ ചെയ്യാവുന്നത്. ആഗോളതാപനം നിയന്ത്രിക്കുവാൻ ചെയ്യാവുന്നത് വനനശീകരണം കുറയ്ക്കുക, ജൈവ ഇന്ധനത്തിന്റെ ഉപയോഗത്തിന്റെ കാര്യക്ഷമത കുറയ്ക്കുക. വനനശീകരണം കുറയ്ക്കുക, ജൈവ ഇന്ധന ഉപയോഗത്തിന്റെ കാര്യക്ഷമത കുറയ്ക്കുക. പുതിയ ശാസ്ത്ര സാങ്കേതിക ഇന്നോവേഷൻ STIയുടെ പോളിസിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? പുതിയ ശാസ്ത്ര സാങ്കേതിക ഇന്നോവേഷൻ പോളിസിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ പാത നിർണ്ണയിക്കുന്ന പോളിസി മുഖ്യ ലക്ഷ്യം സൃഷ്ടിയാണ്. ഓപ്ഷൻ A. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ കുറിച്ച് താഴെ പറഞ്ഞിരിക്കുന്നതിൽ തെറ്റായത് ഏത്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ കുറിച്ച് താഴെ പറഞ്ഞിരിക്കുന്നതിൽ തെറ്റായത് ഏത്? ISRO സ്ഥാപിച്ചത് 1962 ആണ്. തെറ്റാണ്. 1969 അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ C. ISRO സ്ഥാപിച്ചത് 1969 ഓഗസ്റ്റ് 15 അപ്പൊ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ C. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ആര്യഭട്ട ആണ് എന്നത് ശരിയാണ്. ഇത് 1975 ഏപ്രിൽ 19 സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് വിക്ഷേപിച്ചത്. ഇന്ത്യൻ സ്പേസ് റിസർച്ചിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിക്രം സാരാഭായി ആണ്. ഇത് ശരിയാണ്. അതുപോലെ ISRO ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് DOS റിപ്പോർട്ട് ചെയ്യുന്നു എന്നതും ശരിയാണ്. R&D പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2007 മുന്നോട്ട് വെച്ച അംബ്രല്ല പദ്ധതി ഏതാണ്? R&D പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2007 മുന്നോട്ട് വെച്ച അംബ്രല്ല പദ്ധതി ഏതാണ്? നാനോ സയൻസ് ആൻഡ് ടെക്നോളജി. നാനോ സയൻസ് ആൻഡ് ടെക്നോളജി. നാനോ സയൻസ് ആൻഡ് ടെക്നോളജി പദ്ധതിയാണ് 2007 ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ R&D ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച അംബ്രല്ല പദ്ധതി. റെഡ് പ്ലസ് പദ്ധതി താഴെ പറഞ്ഞതിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? റെഡ് പ്ലസ് പദ്ധതി താഴെ പറഞ്ഞതിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി CBD. കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. സാധാരണ വ്യത്യാസം പൂജ്യമല്ലാത്ത ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ 3 n സംഖ്യകളുടെ ആകെ തുക അടുത്ത n സംഖ്യകളുടെ തുകയോട് തുല്യമാണ് എങ്കിൽ ആദ്യത്തെ 2 n സംഖ്യകളുടെ ആകെ തുകയുടെയും അതിനുശേഷമുള്ള 2 n സംഖ്യകളുടെയും ആകെ തുകയുടെയും അനുപാതം എത്രയാണ്? ഓപ്ഷൻ B 1:5. 800
വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളിൽ ഓരോ വിദ്യാർത്ഥിയും 5 പത്രം വായിക്കുന്നുണ്ട്. ഓരോ പത്രവും 100 വിദ്യാർത്ഥികൾ വായിക്കുന്നുണ്ട്. പത്രങ്ങളുടെ എണ്ണം എത്ര? 40. ഓപ്ഷൻ ഡി 40. ഒരു സ്മാരക ട്രസ്റ്റ് നൽകിയ 10 ലക്ഷം രൂപയുടെ പലിശയിൽ നിന്നുമാണ് വിദ്യാലയത്തിലെ വാർഷിക പരീക്ഷയിൽ ആദ്യത്തെ 3 സ്ഥാനത്ത് എത്തുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് നൽകുന്നത്. ഈ തുക വർഷം 12% പലിശ നേടുന്നുണ്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ഥാനത്തിന് യഥാക്രമം 40,000, 25,000 സ്കോളർഷിപ്പുകൾ നൽകുന്നു. എങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് എത്രയെന്ന് കണ്ടെത്തുക. 55,000. ഒരു നഗരത്തിലെ 80% ആൾക്കാർക്കും ഒരു കണ്ണിൽ പാടുണ്ട്. 80% ആൾക്കാർക്ക് ഒരു ചെവിയിൽ പാടുണ്ട്. 75% ആൾക്കാർക്ക് ഒരു കൈയിലും 85% ആൾക്കാർക്ക് ഒരു കാലിലും X% ആൾക്കാർക്ക് എല്ലാ 4 അവയവങ്ങളിലും പാടുണ്ട്. Xന്റെ ഏറ്റവും കുറഞ്ഞ മൂല്യം എത്രയാണ്? 20. ഒരു ഹൗസിംഗ് സൊസൈറ്റിയിലെ 2750 ആൾക്കാരിൽ ഒരാൾക്ക് ഒരു ദിവസം 100 ലിറ്റർ വെള്ളം വീതം വേണ്ടിവരും. ഒരു കുഴൽ ആകൃതിയുള്ള ജലസംഭരണിയുടെ ഉയരം 7 മീറ്ററും വ്യാസം 10 മീറ്ററും ആണെങ്കിൽ അതിലെ ജലം എത്ര നാളത്തേക്ക് ഉണ്ടാകും? 2 ദിവസം. 8 മീറ്റർ ഒരു കള്ളൻ ഒരു നേർരേഖയിൽ ഉള്ള റോഡിൽ ഓടുന്നു. ഒരു പോലീസുകാർ 10 മീറ്റർ പോകുന്ന ജീപ്പിൽ കള്ളനെ പിന്തുടരുന്നു. ഈ നിമിഷത്തിൽ ജീപ്പിനും മോട്ടോർ സൈക്കിളിനും ഇടയിലുള്ള ദൂരം 50 മീറ്റർ ആണെങ്കിൽ എത്ര നേരം കൊണ്ട് പോലീസുകാർ കള്ളനെ പിടിക്കും? 25 സെക്കൻഡ്. ഒരു തേയില കച്ചവടക്കാരി 2 ഇനം തേയിലകൾ 5:4 അനുപാതത്തിൽ യോജിപ്പിച്ചു. ആദ്യ ഇനം തേയിലയ്ക്ക് കിലോയ്ക്ക് 200 രൂപയും രണ്ടാമത്തെ ഇനം കിലോയ്ക്ക് 300 രൂപയും വിലയാണ്. തേയില യോജിപ്പിച്ചത് വിൽക്കുന്നത് കിലോയ്ക്ക് 250 രൂപയ്ക്കാണ്. എങ്കിൽ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും ശതമാനം കണക്കാക്കുക. 2.27% ലാഭം. ഒരു മുറിയുടെ തറയുടെ നീളവും വീതിയും യഥാക്രമം 7.5 മീറ്ററും 2 മീറ്ററുമാണ്. 1/16 മീറ്റർ സ്ക്വയർ ഉള്ള 40 ടൈൽസ് ഉപയോഗിച്ച് തറ ഭാഗികമായി മൂടി. ടൈൽസ് ഉള്ളതും ഇല്ലാത്തതുമായ തറയുടെ അനുപാതം എത്രയാണ്? 1:5. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 3 സ്ത്രീകൾക്കും 6 പുരുഷന്മാർക്കും കൂടി ഒരു എംബ്രോയിഡറി ജ്വല്ലറി 5 ദിവസം കൊണ്ട് തീർക്കുവാൻ ആകും. അതുപോലെ 4 സ്ത്രീകൾക്കും 7 പുരുഷന്മാർക്കും കൂടി 4 ദിവസം കൊണ്ട് തീർക്കുവാനാകും. എന്നാൽ ഒരു സ്ത്രീ മാത്രം ജോലി ചെയ്താലും ഒരു പുരുഷൻ മാത്രം ചെയ്താലും ജോലി തീർക്കാൻ എടുക്കുന്ന ദിവസം യഥാക്രമം 30, 60. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിൽ 34 ശേഷം വരുന്ന അക്കം. 3, 4, 7, 7, 13, 13, 21, 22, 31, 34. ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ സി 43. താഴെ തന്നിരിക്കുന്ന സമവാക്യത്തിലെ ഏത് 2 ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാൽ സമവാക്യം ശരിയാകും? 4 ഹരിക്കണം 10 × 1 + 5 - 2 = 4. ഓപ്ഷൻ ബി ഹരിക്കണം ആൻഡ് കൂട്ടണം. സോനു തെക്കോട്ട് നടക്കാൻ തുടങ്ങി. 25 മീറ്റർ നടന്നതിന് ശേഷം വടക്കോട്ട് തിരിഞ്ഞു. 30 മീറ്റർ നടന്നതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞു. 20 മീറ്റർ നടന്നു. പിന്നെ തെക്കോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. ഇപ്പോൾ സോനു തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര ദൂരത്തിലും ഏത് ദിശയിലുമാണ്? 20 മീറ്റർ കിഴക്ക്. താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിലെ ചേരാത്ത അക്കം ഏതാണ്? 42, 142, 388, 1258, 5108. ഓപ്ഷൻ സി 388. ഒരു ഘടികാരത്തിലെ 12, 3, 7 ചേർത്ത് ഒരു ത്രികോണം നിർമ്മിച്ചു. ഈ ത്രികോണത്തിലെ 3 കോണുകൾ ഏതൊക്കെയാണ്? 60, 40, 70, 60, 45, 75. ഈ ടേബിളിലെ ഒഴിഞ്ഞ കളത്തിലെ അക്കം ഏതാണ്? 87. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഹാൻഡ് എന്നത് 27 എന്നും വർക്ക് എന്നത് 67 എന്നും എഴുതാമെങ്കിൽ ബോട്ട് എന്നത് എങ്ങനെ എഴുതാം? 38. ഫോബിയുടെ അമ്മായിയമ്മയാണ് റേച്ചൽ. ഫോബി റോസിന്റെ നാത്തൂനാണ്. ചാൻഡലർ ജോയിയുടെ അച്ഛനും റോസിന്റെ ഒരേ ഒരു സഹോദരനുമാണ്. എങ്കിൽ എന്ത് ബന്ധമാണ് റേച്ചലിന് റോസിനോടുള്ളത്? അമ്മ. ഒരു ലീപ് വർഷത്തിൽ 53 ചൊവ്വയോ 53 ബുധനോ ഉണ്ടാകുവാനുള്ള സാധ്യത എത്രയാണ്? 3/7. വിട്ടുപോയ അക്കം ഏത്? 227. Receptionist. The interviews resume on Monday. Please bring a copy of your resume today itself. Identify the parts of speech of the underlined words respectively. None of these. Option D. The students of our school dash given
A challenging task every day. Verb. I have dash terrible headache now as I could not sleep last night. Choose the suitable article. A. Equanimity is one of the qualities desirable for a successful life. Choose the word which is equivalent to the word underlined. Calmness. Option B. John was exploited after a thorough investigation. Select the word which is opposite to the word underlined. None of these. Several old buildings were pulled dash to construct new ones before the Olympics. Down. Tiger, tigress, dragon, ram. 77 ആൻസർ എന്ത് ഓപ്ഷൻ ഇ ആണ് ഇ. സെലക്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. ഇക്വിലിബ്രിയം. 78 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് നൈദർ. He is a man who is too ready to believe things. Replace the underlined part without changing the meaning. Option D, none of these. Had he been inoculated, effect of the disease dash milder on him. എന്നതിന്റെ ആൻസർ എന്ത് ഓപ്ഷൻ സി ആണ് would have been. Our students have just had their dinner. Identify the wrong part. Option D. This is a correct sentence. He is clearly admitted his mistake dash. Add a suitable tag question. 82 ആൻസർ എന്ത് ഓപ്ഷൻ ബി. Has he? John dash lie down on the bed for a short time after lunch. Fill in the blanks using appropriate form of the word in the bracket. Option B. Lay. Helen is the salt of the earth means Helen is very honest. Choose another adjective derived from pure. Impure. John became the de facto ruler of England. The underlined word means actual. The medicine was prescribed 2 years ago. The underlined word means forbidden. Please insist dash the bill when you make purchase in this supermarket. Choose the suitable preposition. None of these. Our school dash disinfect today in preparation for tomorrow's reopening. Choose the most suitable among the following. Are being disinfected. Direct speech. Helen, when will you arrive here tomorrow? John said. Indirect speech. John asked Helen when dash there the next day. Fill in the blanks. She would arrive. താഴെ നൽകിയ വാക്യങ്ങളിൽ ശരിയായവ ഏതെല്ലാം? കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെ വ്യർത്ഥമാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ്. കരുണ ഇല്ലാത്ത വെറുതെയുള്ള പെരുമാറ്റം വ്യർത്ഥമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 2, 3 എന്നിവ ശരി. തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാം? കുട്ടിത്തം, ക്രീഡ, കാഠിന്യം, കണ്ടുപിടുത്തം. ഓപ്ഷൻ സി 2, 3 എന്നിവ. ചലച്ചിത്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ യോജിക്കുന്നത്. ചലച്ചിത്രം. 93 ആൻസർ എന്നത് ഓപ്ഷൻ ബി ആണ് 1 മാത്രം. ചലത് പ്ലസ് ചിത്രം 1 മാത്രം. തിന്നതും തീരും കൊടുത്തതും തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് തീറ്റയുടെ മാഹാത്മ്യമാണ്, ദാനത്തിന്റെ മാഹാത്മ്യമാണ്. തിന്നുന്നത് കൊടുക്കണമെന്നാണ്. തീറ്റയും കൊടുക്കലും വെറുതെയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2 മാത്രം ശരി. ദാനത്തിന്റെ മാഹാത്മ്യമാണ്. താഴെ കൊടുത്തതിൽ കഠിനം എന്ന പദത്തിന് വിപരീതമായി വരാവുന്നവ. ലളിതം, മൃദു, കർക്കശം, ദൃഢം. ഓപ്ഷൻ എ 1, 2 എന്നിവ. ലളിതം, മൃദു. കടൽ പര്യായപദമല്ലാത്തത്. പാരാവാരം, ആർണവം, ആഴി, നിപ്നക. ഓപ്ഷൻ ഡി 4 മാത്രം. ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന് കൊടുക്കാവുന്ന മലയാള ശൈലികൾ ഏത്? ഉരുളക്കുപ്പേരി, പകരത്തിന് പകരം, ആവശ്യത്തിന് വേണ്ടി, ഇതൊന്നുമല്ല. ഓപ്ഷൻ എ 1, 2 എന്നിവ. ഉരുളക്കുപ്പേരിയും പകരത്തിന് പകരം. ഗൃഹി എന്ന പദത്തിന്റെ സ്ത്രീലിംഗമായി വരാവുന്നവ. ഗൃഹി, ഗൃഹിണി, ഗൃഹ്യ, ഗൃഹിക, ഗൃഹീത. ആൻസർ എന്ത്? 1 മാത്രം. ഗൃഹിണി. കാറ്റ് വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല. ഇതിലെ ഘടകപദം.
കാറ്റ് എങ്കിലും പൊഴിഞ്ഞില്ല വീശി. ഓപ്ഷൻ ബി രണ്ടു മാത്രം എങ്കിലും. സൃഷ്ടി നടത്തുന്നവൻ ഒറ്റപ്പദമാക്കുമ്പോൾ താഴെ പറഞ്ഞതിൽ യോജിക്കുന്നത്. സൃഷ്ടാവ് 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 സൃഷ്ടാവ്. ആൻസർ എന്ത്? ഓപ്ഷൻ ഡി ഒന്ന് മാത്രം സൃഷ്ടാവ്. താങ്ക് യു.